ഭാരതത്തിന് മറക്കാനാകില്ല ഈ ദിനം. മുംബൈ നഗരത്തെയും രാജ്യത്തെയും ഒരുപോലെ നടുക്കിയ ഭീകരാക്രമണം. 26/11 എന്ന ചരിത്ര താളുകളിൽ കുറിക്കപ്പെട്ട പാക് ഭീകരാക്രമണത്തിന്റെ നടക്കുന്ന ഓർമ്മകൾക്ക് ഇന്നേക്ക് 17 വയസ്സ്. 115 വർഷത്തെ പാരമ്പര്യമുള്ള ഹോട്ടലിൽ ഇന്നും അന്നത്തെ ഭീകരാക്രമണത്തിന്റെ ചിഹ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 2008 നവംബർ 26 തുടങ്ങിയ ഈ ആക്രമണം ഏതാണ്ട് 60 മണിക്കൂറുകളോളമാണ് നീണ്ടുനിന്നത്. നവംബർ 29 ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നതുവരെ നീണ്ടുനിന്നു. കടൽ കടന്നെത്തിയ 10 പാക് ഭീകരർ മുംബൈയിലെ താജ് ഹോട്ടലിൽ നുഴഞ്ഞു കയറി ഒട്ടേറെ പേരെയാണ് വെടിവെച്ചു വീഴ്ത്തിയത്. ആക്രമണത്തിൽ വിദേശികളടക്കം ഏകദേശം 166 പേർ കൊല്ലപ്പെട്ടു. 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കർക്കറെ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിജയ് സലാസ്കർ, അശോക് കാംതെ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകരരെ തുരത്താൻ എത്തിയ ദേശീയ സുരക്ഷാ സേന 51 NSG വിങ്ങിന്റെ നായകനായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. മുംബൈ ഭീകരാക്രമണത്തിൽ സ്വന്തം സേനയെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ. ഭീകരർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി സന്ദീപും കൂട്ടരും. ഒട്ടേറെ പേരെ സന്ദീപ് ഒറ്റയ്ക്ക് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പോരാട്ടത്തിനിടയിൽ സന്ദീപ് വെടിയേറ്റു വീണു. അമ്മയ്ക്ക് നൽകിയ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് കഴിയുന്നത്ര പേരെ രക്ഷിച്ച് ഒടുവിൽ വീരമൃത്യു വരിച്ചു. കരുത്തിന്റെ പര്യായമാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിന് കൃത്യം 2 മാസം പ്രായമായപ്പോൾ രാജ്യം ആ ധീരന് മരണാന്തര ബഹുമതിയായി അശോക ചക്രം സമർപ്പിച്ചു. രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയത് അമ്മ ധനലക്ഷ്മിയായിരുന്നു. മുഹമ്മദ് അജ്മൽ അമീർ കസബ് എന്ന അജ്മൽ കസബിനെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ്. മുംബൈ ഭീകരാക്രമണ പരമ്പരയ്ക്ക് ശേഷം ജീവനോടെ പിടിയിലായ ഏക വ്യക്തിയാണ് കസബ്. കസബ് ഒരു പാകിസ്ഥാൻ പൗരനാണെന്ന കാര്യം പാകിസ്ഥാൻ ആദ്യം നിഷേധിച്ചെങ്കിലും 2009 ജനുവരിയിൽ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 2010 മെയ് 3 മുംബൈയിലെ ആർത്തർ റോഡ് ജയിലിലെ പ്രത്യേക കോടതി കസബ് കൊലപാതകം, രാജ്യത്തിനെതിരെയുള്ള യുദ്ധം, ആയുധങ്ങൾ സൂക്ഷിക്കൽ തുടങ്ങിയ കാരണങ്ങൾ ചുമത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 2010 മെയ് 6 ഇതേ കോടതി 4 കുറ്റങ്ങൾക്ക് വധശിക്ഷ, 5 കുറ്റങ്ങൾക്ക് ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ പ്രഖ്യാപിച്ചു. 2012 നവംബർ 21 രാവിലെ 7:30 അജ്മൽ കസബിനെ പൂനെയിലെ ഏർവാദ ജയിലിൽ തൂക്കിലേറ്റി വധശിക്ഷ നടപ്പാക്കി. മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഹേമന്ത് കർക്കറെ, മലയാളി NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ രാജ്യത്തെ മുറിപ്പെടുത്തിയവരെ നേരിടാനെത്തി ജീവൻ പൊലിഞ്ഞ ധീരർ ഏറെയാണ്. ഇന്ന് മുംബൈ നഗരം പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെങ്കിലും ആ ദിനങ്ങൾ ഇന്നും രാജ്യത്തിന് നടുക്കുന്ന ഓർമ്മയാണ്.